കുറേ സ്റ്റുഡൻസ് അസൈലം സീക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട്, അതായത് റെഫ്യൂജി സ്റ്റാറ്റസ് നോക്കുമെന്ന് പറഞ്ഞിട്ട്. ഈ കൊല്ലം തന്നെ ഏകദേശം 13,000 സ്റ്റുഡൻസ് റെഫ്യൂജി സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്തു. IELTS ഒക്കെ പാസ്സായിട്ട് വന്നതാണ്. വന്നിട്ട് നാട്ടിൽ ചോദിച്ചപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറോ എന്തായിരുന്നു, ലാംഗ്വേജ് ടീച്ചർ എന്തായിരുന്നു കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് കാനഡ പല രീതിയിലും ഇപ്പോൾ വിസ ടൈറ്റനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ കോവിഡ് സമയത്ത് ഒത്തിരി സ്റ്റുഡൻസിനെ വിസ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്തു. നമസ്കാരം. ഇപ്പോൾ കാനഡയിൽ ഒത്തിരി വിസ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ടും സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറേ വിസ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു വീഡിയോ അതിനെക്കുറിച്ചാണ്. ഈ അടുത്ത സമയത്ത്, അതായത് ഒരാഴ്ച മുന്നേ വന്ന മാറ്റം എന്ന് പറയുന്നത് 2 മേജർ മാറ്റങ്ങളാണ് സ്റ്റുഡൻറ് വിസയിൽ വന്നിരിക്കുന്നത്. സ്റ്റുഡൻറ് വിസയിൽ പറയാൻ പറ്റത്തില്ല, സ്റ്റുഡൻസിന് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇനിയും പഠിത്തം കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ആക്ച്വലി കാനഡയിൽ വരുന്നത് ശരിക്കും ടു ബി ഓണസ്റ്റ് പറയുവാണെങ്കിൽ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഒരു ലൈഫ് ഒന്ന് സെറ്റിലായി നല്ലൊരു ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാനഡയിൽ വരുന്നത്. പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് പെർമിറ്റിൽ അപ്ലൈ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് PR സിറ്റിസൺ, ഈ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് നാട്ടിൽ നിന്ന് എല്ലാവരും വരുന്നത്. അപ്പോൾ ഇനി മുതൽ പഠിത്തം കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, കാര്യം സ്റ്റുഡൻസിന് പഠിത്തം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വർക്ക് പെർമിറ്റ് ആണ്. അപ്പോൾ ആ വർക്ക് പെർമിറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ ഓർക്കണം, നമ്മൾ ഓൾറെഡി നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ് വിസയിൽ വരുന്നത് ഒരു ടെസ്റ്റ് കൊടുത്തിട്ട് ഇതർ IELTS അല്ലെങ്കിൽ PTO ഒക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റുഡൻസായി വരുന്നത്. പക്ഷേ ഈ പുതിയ ചേഞ്ച് പ്രകാരം നമ്മൾ ഇനി വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു തവണ കൂടെ ലാംഗ്വേജ് ടെസ്റ്റ് സബ്മിറ്റ് ചെയ്യണം. ഏതർ ഫ്രഞ്ച് ഓർ ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷ് ആണല്ലോ കൂടുതൽ പേര് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അവർ പറയുന്ന ലെവൽ എന്ന് പറയുന്നത് CLB, കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക്. കോളേജ് ഗ്രാജുവേറ്റ്സിന് 5, യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സിന് 7 എന്ന് പറയുന്നത് നമ്മൾ IELTS-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ മൊഡ്യൂളിലും 6 ഉള്ളൂ. 6 എന്ന് പറയുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടല്ല, ഒരു അച്ചീവബിൾ ആണ് അത്. പക്ഷേ അവരിത് അക്കാഡമിക് വേണോ ജനറൽ വേണോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് വരുന്ന അപ്ഡേറ്റ്സിൽ കാണും. പക്ഷേ ഞാൻ ചിന്തിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ടെസ്റ്റ് എടുത്തിട്ടാണല്ലോ വരുന്നത് IELTS. ബട്ട് അത് ഇവിടെ നമ്മൾ പഠിത്തം കഴിയുമ്പോഴും അത് മേ ബി വാലിഡ് ആയിരിക്കും. പ്രോബ്ലി അത് സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ അതിനെക്കുറിച്ചൊന്നും അപ്ഡേറ്റ് ചെയ്ത് ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വേറൊരു ടെസ്റ്റ് കൂടെ ചിലപ്പോൾ എടുത്ത് കൊടുക്കേണ്ടി വരും. അതാണ് മേജർ അപ്ഡേറ്റ്. അപ്പോൾ ഇതിനകത്ത് ഈ IELTS-ൽ അല്ലെങ്കിൽ ഈ ലാംഗ്വേജ് ടെസ്റ്റ് വീണ്ടും സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഈ അപ്ഡേറ്റ് വന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഞാൻ ചിന്തിക്കുന്നത്, ഈ ലാംഗ്വേജ് ടെസ്റ്റിൽ എസ്പെഷ്യലി IELTS-ൽ ഒത്തിരി തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പല വാർത്തകളും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോർത്ത് സൈഡിലൊക്കെ ഈ കാശ് കൊടുത്തിട്ട് ഒത്തിരി പേര് IELTS വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു പഞ്ചാബി പെൺകുട്ടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി IELTS ഒക്കെ പാസ്സായിട്ട് വന്നതാണ്. വന്നിട്ട് നാട്ടിൽ ചോദിച്ചപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറോ എന്തായിരുന്നു, ലാംഗ്വേജ് ടീച്ചർ എന്തായിരുന്നു പറഞ്ഞു, കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല. ഞാൻ ദീപിയുടെ വൈഫിനോട് ചോദിക്കുകയും ചെയ്തു, ഇവർക്കൊക്കെ എങ്ങനെ IELTS കിട്ടി? ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അത് എന്തോ ലാംഗ്വേജ് ടീച്ചർ ആയിരുന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് ടീച്ചർ ഏതിന്, മേ ബി IELTS IELTS പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ കുറേ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചേഞ്ച് മെയിനായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് ആക്ച്വലി ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഇനി ഗവൺമെൻറ് പുറത്തുവിടാൻ പോകുന്ന ഇവിടുത്തെ ലോങ് ടേം സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. ആ ലിസ്റ്റ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ആ ഒരു ലിസ്റ്റിൽ നമ്മുടെ കോഴ്സ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒക്യുപ്പേഷൻ ഇല്ല എങ്കിൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് മാത്രം അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു റൂൾ ആക്ച്വലി ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെയും ഇനിയും വരാൻ പോകുന്ന സ്റ്റുഡൻസിനെയും നല്ലപോലെ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടുതലും ഇത് ഇനിയും എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിനെയാണ് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നതെങ്കിലാണ് അവർക്കാണ് കൂടുതൽ പ്രശ്നം വരാൻ പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ പേര് ഇവിടെ പഠിക്കാൻ വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ ബിസിനസ് മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഒക്കെയാണ്. അപ്പോൾ ഈ 2 കോഴ്സുകൾ ചിലപ്പോൾ ഇതിനകത്ത് ഇല്ല എങ്കിൽ, കാര്യം ഇത് പ്രൊഫഷണൽ കോഴ്സും അല്ലെങ്കിൽ സ്കിൽഡ് ട്രേഡ്സ് ഒന്നുമല്ല. ഇത് ഈ ലോങ് ടേം സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് ഇല്ല എങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റൂളാണ് രണ്ടാമത്തേത്. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നത് കാനഡ പല രീതിയിലും ഇപ്പോൾ വിസ ടൈറ്റനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ കോവിഡ് സമയത്ത് ഒത്തിരി സ്റ്റുഡൻസിനെ വിസ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്തു, കണ്ടമാനം സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്തു. ഇപ്പോൾ വേറൊരു സൈഡിൽ കൂടെ തന്നെ ഇൻവൈറ്റ് ചെയ്ത പോലെ തന്നെ ഒരു സൈഡിൽ കൂടെ തന്നെ ആളുകളെ കുറേ പേരെ പുറന്തള്ളാനുള്ളൊരു പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ കുറേ സ്റ്റുഡൻസിൻ്റെ കാര്യം പ്രശ്നത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ പലർക്കും CR സ്കോറൊക്കെ അങ്ങ് ഹൈ ആയിട്ടേ പലർക്കും PR കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പലരും
പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റുഡൻസ് തന്നെ. ഇപ്പോൾ ഒരു ന്യൂസ് വന്നിരുന്നു, കുറേ സ്റ്റുഡൻസ് അസൈലം സീക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട്, അതായത് റെഫ്യൂജി സ്റ്റാറ്റസ് നോക്കുന്നു പറഞ്ഞിട്ട്. ഈ കൊല്ലം തന്നെ ഏകദേശം 13,000 സ്റ്റുഡൻസ് റെഫ്യൂജി സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഇന്ത്യൻസിനോടുള്ള ഹെയ്റ്റ് കാനഡയിൽ വല്ലാതെ കൂടുന്നതൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു പലരും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലും അവിടെ എല്ലാം കാണാം. കാര്യം എവിടെ നോക്കിയാലും ഇന്ത്യൻസ് ആണെന്നുള്ള രീതിയിലൊക്കെ കംപ്ലയിൻസ് ഒക്കെ വന്നിട്ടേ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഈ 2 ദിവസം മുന്നേ ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു. ഈ US ഒരു ന്യൂയോർക്ക് സിറ്റിയിൽ മാസ് ഷൂട്ടിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഒരാൾ പ്ലാൻ ചെയ്ത്. അപ്പോൾ അതും ഒരു സ്റ്റുഡൻ്റാണ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റാണ്, 20-21 വയസ്സുള്ള ഒരാൾ. അപ്പം അങ്ങനെ പല രീതിയിലും സ്റ്റുഡൻറ്റ് വിസയെ മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുന്നുണ്ട്, പല പല കാരണങ്ങൾ കൊണ്ടിട്ട്. അപ്പോൾ ഇനിയും 2025 ഇലക്ഷനൊക്കെ വരുവാണ്. അപ്പോൾ ഇതുപോലത്തെ പല പല സ്റ്റണ്ടുകളും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഇയർ മുതൽ 2025 മുതൽ ഏകദേശം എനിക്ക് തോന്നിയിട്ട് 437,000 സ്റ്റുഡൻസിനെ മാത്രം അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. കൗണ്ട് കറക്റ്റാണോ എനിക്കറിയത്തില്ല, ഞാൻ നോക്കട്ടെ. കാര്യം ഇത് നമ്മൾ നോക്കുമ്പോൾ വലിയൊരു നമ്പറാണ്. പക്ഷേ 2023 സ്റ്റുഡൻസ് കൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു നമ്പറാണ്. കാര്യം അതിൻ്റെ പകുതിയേ ഉള്ളത്. അപ്പോൾ അങ്ങനെ പല രീതിയിലും സ്റ്റുഡൻറ്റ് വിസയും എല്ലാം ടൈറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്, ഇനിയും ഈ ഇവിടത്തേക്ക് പഠിക്കാൻ വരുന്നവർ പരമാവധി പ്രൊഫഷണൽ ട്രേഡ് അല്ലെങ്കിൽ സ്കിൽഡ് ട്രേഡ് കോഴ്സുകൾ എടുത്ത് വരാൻ ശ്രമിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മെഡിക്കൽ ഫീൽഡിലെ ഏത് ബ്രാഞ്ചിനും നല്ല സ്കോപ്പുണ്ട് എപ്പോഴും, എസ്പെഷ്യലി നേഴ്സിംഗ് പോലൊക്കെ തന്നെയാണ്. അപ്പോൾ അതുപോലത്തെയുള്ള കോഴ്സുകളും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കിൽഡ് ട്രേഡ് ഇവിടെ ഏതാണ് ഡിമാൻഡ് കൂടുതലുള്ളത് നോക്കിയിട്ട് പരമാവധി വരാൻ ശ്രമിക്കുക സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ആക്ച്വലി ഈ കാനഡയിലെ ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇതുപോലത്തെ കാനഡ വിസ സംഭവങ്ങൾ വെച്ചൊരു വീഡിയോ ചെയ്തിട്ട് ഒത്തിരി നാളായി. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് ഞാൻ ന്യൂസൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് എനിക്ക് സജസ്റ്റ് ചെയ്തത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, നൈവി എന്നാണ് പേര്, പുള്ളിക്കാരത്തിയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും നൈവി താങ്ക്സ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കണ്ടൻറ്റ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി, ഞാനെന്തായാലും ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ ചേർത്താം. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എന്നും പറയുന്ന പോലെയല്ല, നമ്മൾ അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും. ബൈ.